വളരെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു അറസ്റ്റും ഉണ്ട്. അപ്പോൾ ആ അൻവറിട്ട കുഴിയിൽ സർക്കാർ ചാടിയോ എന്നൊരു ചോദ്യമാണ് എനിക്ക് അവിടെ വേറെ ഇതുള്ളത്. അതുപോലെ ഒട്ടനവധി ആളുകൾ അവരിലുണ്ട്. പക്ഷേ അത്തരം ആളുകൾ മാറി നിൽക്കുമ്പോൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് CPM-നെ സംബന്ധിച്ച്. പക്ഷേ കേരള കോൺഗ്രസ് തിരിച്ചു വരണം എന്നുള്ള ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ UDF-ൽ വേണം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. മമ്മൂട്ടി സാറേ, നിലപാടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പിന്നെ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ PV അൻവർ ഉണ്ടല്ലോ, അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അറിയാവുന്ന ആളാണ്. മുമ്പ് അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ കോൺഗ്രസ്സിലായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു ചാട്ടം ചാടി എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിയിലേക്ക് പുള്ളി ഒരു ചാടി. ഈ നമ്മുടെ ഉള്ളിലൊരു ചൊല്ലുണ്ട്, ചാട്ടം തെറ്റിയാൽ വീണു പോകുമെന്ന്, കുഴിയിൽ വീഴുമെന്ന്. നമ്മളെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാട്ടം അദ്ദേഹത്തിൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നാണ് സാറിൻ്റെ അഭിപ്രായം? ഈ അൻവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ വ്യക്തമായി വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. അതിലൊരു കാപട്യമില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ പക്ഷേ ഇന്നത്തെ ഈ പല സാഹചര്യങ്ങളും നോക്കി പലരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പലതും പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. മുന്നണി ബന്ധങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുള്ളി ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി നടത്തുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മുന്നണി ബന്ധങ്ങളിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പലതും നമ്മൾ ചിലത് വിഴുങ്ങേണ്ടി വരും, ചിലതൊരു പരിധി ഒന്നൊന്ന് മയപ്പെടുത്തി പറയേണ്ടി വരും. പക്ഷേ അൻവർ അങ്ങനത്തെ ഒരു വ്യക്തിയില്ല. അൻവർ വളരെ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു സ്ട്രെയിറ്റാണ് ആൾ. പുള്ളിയുടെ മനസ്സിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം ചാടിയതല്ല ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ പണ്ട് മുതലേ കോൺഗ്രസ് കുടുംബമാണ്. അതിന് ശേഷം കോൺഗ്രസ്സിനകത്തുള്ള ചില പ്രശ്നങ്ങളും ബാക്കിയൊക്കെ വന്നപ്പോൾ കോൺഗ്രസ് എസ്സിലേക്കാണ് വന്നത്. അത് പിന്നീട് NCP ആയിട്ട് വന്നപ്പോൾ NCP-യിലും അദ്ദേഹം ഉണ്ടായത്. പിന്നീട് അതൊന്ന് മാറി അദ്ദേഹം കുറച്ച് നാൾ ഇതെല്ലാം വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അതിന് ശേഷമാണ് സ്വതന്ത്രനായിട്ട് ഇപ്പോൾ LDF-ൻ്റെ ഇതിൽ സ്വതന്ത്രം മത്സരിക്കുന്നത്. ആ LDF സ്വതന്ത്രമായിട്ട് മത്സരിച്ചപ്പോഴും ഈ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗത്തുള്ള ഒട്ടനവധി പഞ്ചായത്തുകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് LDF-ന്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് ഇപ്പോൾ ഞാനും കോട്ടക്കൽ മത്സരിച്ച ആളാണ്. അതുപോലെ KT ജലീൽ, അതുപോലെ പലരും, അബ്ദുറഹ്മാൻ, ഇവരൊക്കെ ഒരു മാറ്റം മൊത്തത്തിൽ LDF-ന് അനുകൂലമായി കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഈ പിണറായി മന്ത്രിസഭയുടെ ഈ 2021 ശേഷം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒന്നടങ്കം ഈ മലപ്പുറത്ത് മൊത്തത്തിലെടുത്താൽ ഈ ഇടതുപക്ഷത്തിനോടുള്ള ഇതിനോട് കുറച്ച് പിന്നാക്കം. കാരണം നയങ്ങളുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഒരു പ്രത്യേകിച്ചൊരു CPM-നോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ LDF-നോടുള്ള എതിർപ്പോ അല്ല. അത് ഈ നയങ്ങളിലാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ ചില കാര്യങ്ങളിൽ അൻവറിന് അവിടുത്തെ ചില പ്രശ്നങ്ങളിൽ ഇപ്പോൾ പോലീസ് ഓഫീഷ്യൽസിനും ബാക്കിയുള്ളതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒന്ന് മാറി ചിന്തിച്ചതെന്ന് വേണം കരുതാൻ. അതല്ലാതെ ഈ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് ഇത് വരുമ്പോൾ അതിനിട്ട് ചാടുന്ന ആളല്ല അൻവർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ അങ്ങനെ ചാടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായപ്പോൾ അങ്ങനെയുള്ള അന്ന് തന്നെ പോണ്ടേ, അതുണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ പക്ഷേ എനിക്ക് തുറന്നു പറയാനുള്ളൊരു കാര്യം, ഈ വീഴ്ചയല്ല. മനസ്സിലായോ? അറസ്റ്റ് എന്നുള്ളത് അദ്ദേഹം വരിച്ചു, അത് വളരെ മാന്യമായി തന്നെ അദ്ദേഹം ചോദിക്കുന്നുള്ളത്. നിങ്ങൾ നോട്ടീസൊന്നും ഞാൻ വരുമായിരുന്നു, പക്ഷേ നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് ആണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഞാൻ ഇതിന്, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അവിടെ പറ്റിയൊരു സംഭവം, ഒരു വീഴ്ച എന്ന് പറയുന്നത് ഉണ്ടായതാണെങ്കിൽ, ഈ മണി എന്ന ഒരാൾ അയാളെ ആന ചവിട്ടിക്കൊല്ലുന്നു. 26ഓളം അവരുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് മകളെ സ്കൂളിൽ ചേർക്കുന്നതിനും മറ്റുമായിട്ട് വരുമ്പോൾ രണ്ടായി തിരിഞ്ഞ് അവർ വരുന്നു.
അതിൽ ഇയാളുടെ കൂടെയുള്ള മക്കളും അതുപോലെ മറ്റ് ബന്ധുക്കളും ബ്രദേഴ്സൊക്കെ ഉണ്ട്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ അവസാനത്തെ കുട്ടീനെ പോലും എടുത്ത് കൊടുത്തിട്ട് രക്ഷപ്പെടുത്തുന്നതിന് ആനയുടെ ആ ഫോക്കസ് ഇയാളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെയാണ് അയാൾ ആന തുമ്പിക്ക കൊണ്ട് എടുത്തിട്ട് എറിയുന്നതും കൊല്ലുന്നതും. അപ്പോൾ അത്ര ആൾ രക്ഷിക്കാനുള്ളത് നടത്തി. ഇത് അൻവർ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? 9 ദിവസത്തിനകം 6 ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടതല്ലേ? അതിനൊരു പരിഹാരം വനം വകുപ്പ് കാണണം. അപ്പോൾ വനം വകുപ്പിൻ്റെ ഇതിലും ഒഫീഷ്യൽസിൻ്റെ അടുത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് ട്രക്കിങ്ങിനൊക്കെ തേക്കടിയിലൊക്കെ പോയിട്ടുള്ളതാണ്. തേക്കടി വളരെ ഉള്ളിൽ തന്നെ, അത് ഇന്നിപ്പോൾ ഒരിക്കലും ബോട്ടിൽ ചെല്ലാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പണ്ട് അന്ന് ഫോറസ്റ്റ് ഒഫീഷ്യൽസ് പറയേണ്ടതുണ്ട്, SRCP വന്ന് വേനൽക്കാലത്തും താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഏറ്റവും ഉള്ളിലാണ്. അവിടെ പോലും 4 നമുക്ക് അവിടെ ഇരിക്കുമ്പോഴേ തൊട്ട് ആനയെ കാണാം. പക്ഷേ 4 പുറം കിടങ്ങുകളാണ്. എന്നിട്ടൊരു ചെറിയ പലക മാത്രം ഒരു മരത്തിൻ്റെ തഴിയിട്ടുകൊണ്ടാണ് ഇതിനകത്തോട്ട് കയറുന്നത്. ഞങ്ങളവിടെ താമസിച്ചു. ആ കിടങ്ങുകളിലോണ്ട് വരില്ല. ഞാൻ പറയുന്നത് ഈ ആനയുടെ വഴിത്താരുണ്ട്, അവർ വെള്ളം കുടിക്കാനും ബാക്കിയും സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്ത് വേണം? കിടങ്ങുകൾ നിർമ്മിക്കണം. മാത്രമല്ല ആനയ്ക്കുള്ള ഭക്ഷണവും അതിന് വെള്ള സൗകര്യങ്ങളും കാട്ടിനുള്ളിൽ തന്നെയുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. വനം വകുപ്പിന് ചെയ്യേണ്ട ചില ഡ്യൂട്ടികളത് ചെയ്യാതെ. അപ്പോൾ അൻവർ അയാളുടെ മണ്ഡലത്തിലുള്ള ഒരാളെ ഇത്തരത്തിൽ സംഭവിച്ചപ്പോൾ ഒരു ജനവികാരം അവിടെ വളരെ ഇതായിട്ട് വന്നു. അതിന് തീർച്ചയായും DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അവിടെ ചെന്നപ്പോൾ അത് ആ വികാരത്തിൻ്റെ ഭാഗമായി അയാൾ പറയുന്നുണ്ട്, ആ സമയത്തെ വികാരത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ചില അനിഷ്ട സംഭവങ്ങളാണ്. മനസ്സിലായോ? പക്ഷേ അതൊരു ഒരു ലീഡർഷിപ്പുള്ള ഒരാൾ ഒരു നയിക്കുമ്പോൾ അതിനെയും കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മൾ പൊതുമുതൽ നശിപ്പിക്കലല്ലോ. പക്ഷേ അതിനോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പ്രധാന ചോദ്യം വരുന്നത്, അസംബ്ലിക്കകത്ത് മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പൊതുവിൽ നശിപ്പിച്ചതിന് ഇപ്പം അതിലുള്ള ആളുകൾ മന്ത്രിമാരായിട്ടിരിക്കുന്നു, മറ്റേ പ്രശ്നങ്ങളും ബാക്കിയുള്ളൊരു കേസിലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഭരിക്കുന്നൊരു ഗവൺമെൻറ് ഇത്തരത്തിൽ ചെയ്യാൻ പാടുണ്ടോ? അതായത് ഭരിക്കുന്നവർക്കെതിരായി പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള നിയമം, ഭരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേറെ നിയമം എന്ന് പറയുമ്പോൾ ജനങ്ങളത് കാണുന്നുണ്ട്. ആ ഒരു തെറ്റ് സർക്കാരിന് പറ്റും. പക്ഷേ ഞാൻ അതിൻ്റെ മുമ്പ് 2 ദിവസം മുമ്പുള്ള ഡിബേറ്റ് കാണുമ്പോൾ അൻവർ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായിരിക്കുന്നു എന്ന ഒരു ഡിബേറ്റാണ് ചാനലുകൾ കാണുന്നത്. ഇന്നലെ അതേ അൻവർ ഉയർത്തെഴുന്നേറ്റ് വലിയൊരു പൊസിഷനിലേക്ക് എത്തിയിട്ട് അൻവറിനെ കാണുന്നത്. അപ്പോൾ ചാട്ടം, അങ്ങയുടെ ചോദ്യത്തിന് ചാട്ടം ഈ ഒരു വീഴ്ചയല്ല, സത്യത്തിൽ അൻവറിനെ വീണ്ടും ഒരു വലിയ ഇമേജിലേക്ക് ഇന്നലെ എത്തിച്ചിരിക്കുകയാണ്. ഇത് എത്ര ദിവസം കൂടുതൽ അദ്ദേഹം ജയിലിൽ കിടന്നു അത്രയും ദിവസം അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിക്കുമെന്നാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ചിലത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് സത്യത്തിൽ അൻവറിനെ ഗവൺമെൻറ് തന്നെ വലുതാക്കില്ലേ? ഒരു സംശയം വേണ്ട. ഇപ്പം ഇത് എത്തി നിൽക്കുന്നത് അവിടേക്കാണ്. അതല്ലെങ്കിൽ അതിലുള്ള ആളുകൾ അൻവർ അടിച്ചു പിടിക്കാൻ പോയിട്ടില്ല, അതിനെ നയിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതിനകത്തുള്ള 11 പേര് പോലും കേസ് എടുത്തിട്ടുണ്ട്, അവരെ പലരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് എടുത്തുകൊണ്ട് MLAക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ട്, അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഹാജരാകാൻ പറഞ്ഞിട്ട് ചോദ്യം ചെയ്തിട്ട് എന്നിട്ട് ചെയ്യണമായിരുന്നു. അവിടെ നീതിന്യായ വ്യവസ്ഥ വളരെ കൃത്യമായി. രാത്രി 11 മണിക്ക് പോയിട്ട് വീട് വളഞ്ഞ് 100ഓളം ആളുകൾ പോലീസുകാർ പോയിട്ട് അറസ്റ്റ് കൊണ്ടുപോകുക എന്നുള്ളത് അത് തെറ്റായൊരു നടപടി തന്നെയാണ്, ഒരു സംശയം വേണ്ട. മനസ്സിലാവും. അത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. ഒരു MLA, ഒരു ജനപ്രതിനിധിയെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതേസമയം അല്ലാത്ത പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വേറെ ചോദിച്ചോട്ടെ, അൻവറിനെ പറ്റി തന്നെ ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് പുള്ളി കുറേ വകുപ്പുകൾ പോലീസ് ചേർത്തിട്ടുണ്ട്, ജാമ്യം കിട്ടാത്ത വകുപ്പും ചേർത്തിട്ടുണ്ട്. അത്രമാത്രം ക്രൂരമായി ഗവൺമെൻറ് ചിന്തിച്ചത് എന്തുകൊണ്ടാവാം? അതിൻ്റെ പിന്നിൽ ആരാണുള്ളത്? പിണറായി വിജയനാണോ? അല്ല, വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ ഇറങ്ങി വന്നാൽ ഇതിനുള്ള മറുപടി പിണറായിക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ശശിയുടെ പേരും പറയുന്നുണ്ട്. കാരണം അതിൽ മറ്റൊരു യാഥാർത്ഥ്യം എന്താണെങ്കിൽ, ഈ അവിടുത്തെ SP-യെ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ADGP-യെ ജയിലിനകത്താക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയ അൻവർ അകത്തായി എന്നുള്ളതാണ്.
അപ്പോൾ അതിലേക്ക് നയിക്കുന്നാൽ അതിനെക്കുറിച്ചുള്ള മറ്റുള്ള അന്വേഷണങ്ങളോ അതിൽ ബാക്കിയുള്ള അതിലൊന്നും എവിടെ എത്തിയിട്ടില്ല. ഇത് വളരെ ഫാസ്റ്റായിട്ട് നടന്നു. അപ്പോൾ ജനങ്ങളിത് കാണുന്നുണ്ടല്ലോ. കാണുമ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് തീർച്ചയായും മറിച്ചൊന്നും പറയാനില്ല. ഗവൺമെൻറ് തന്നെ അൻവറിനെ ഇപ്പോൾ വലിയൊരു ഇതിലേക്ക് എത്തിച്ചതാണ്. കാരണം ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത് എന്ന് വ്യക്തമാണത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇന്നത്തെ ഫോളോ അപ്പ് കണ്ടപ്പോൾ വി ഡി സതീശൻ, UDF ഇവരെല്ലാം അൻവറിനെ പിന്തുണച്ചില്ലെങ്കിൽ പോലും അൻവറിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. അപ്പോൾ UDFിലേക്ക് പുള്ളിയുടെ വരവ് എളുപ്പമായോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇതിൽ അൻവറിനെ സംബന്ധിച്ച് ഇനി UDF അല്ലാതെ മറ്റൊന്നില്ല. അദ്ദേഹം എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും ഒരു NDAയിൽ പോകുന്നൊരു വ്യക്തിയല്ല. LDFിലാണെങ്കിൽ പോകാനും കഴിയില്ല. ഇവിടെ 3 മുന്നണികളാണുള്ളത്. അതല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ടൊരു പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി അത് വളർത്തിക്കൊണ്ടുവന്ന് അതിനൊരു സാഹചര്യം ഇടയ്ക്ക് വെച്ചിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ DMK ആയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടി. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഡിബേറ്റിലാണെങ്കിൽ അദ്ദേഹം ഏഷ്യാനെറ്റിലൊരു ഡിബേറ്റ് ഞാൻ കണ്ട്. അതിൽ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലിക്കേഷൻ എഴുതി പല കമ്പനികൾക്കും അയക്കുന്ന കൂട്ടത്തിൽ SP, BSP, DMK അങ്ങനെ TMC എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കൊടുത്ത് കാത്തിരിക്കുന്നൊരവസ്ഥയിലേക്ക് അൻവർ എത്തിയെന്ന് പറഞ്ഞ ഇതിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഇത് ഒരു പക്ഷേ UDFിൻ്റെ എൻട്രിയിലേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു വഴി വെട്ടുന്നത് കൂടി ആയി എന്നുള്ളതാണ്. അതിന് അൻവർ സത്യത്തിൽ പറയേണ്ടത് ഇവരെ ഇത് പിണറായിനോ P ശശിനോ എതിർത്ത് പറയില്ല വേണ്ടത്. അവരോട് നന്ദി പറയുക, ന്യൂ ഇയറിന് ഒരു കേക്ക് കൊടുത്തയക്കുക, എനിക്ക് വഴിവെട്ടി ക്ലിയർ ആയതിനെന്ന് പറയണമെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. അതേതാണ്ട് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ. പിന്നെ ഈ പിണറായി ഗവൺമെൻറ്റിന് ഇപ്പോൾ ഉള്ള പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു. മധുരയിൽ അവരുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കാൻ പോകുന്നു. കേരളത്തിൽ എറണാകുളത്ത് വെച്ചിട്ട് ജില്ലാ സമ്മേളനമൊക്കെ നടക്കാൻ പോകുന്നു. പക്ഷേ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ പോക്കിലും പാർട്ടിയിലുള്ള സംസാരങ്ങളും വെച്ച് പിണറായി വിജയനോട് വലിയൊരു എതിർപ്പ് പാർട്ടിക്കകത്ത് CPMനകത്തുണ്ട് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് എത്രമാത്രം സത്യമായിരിക്കും? അല്ല, ഞാൻ കാണുന്നത്, ഞാൻ CPM അനുഭവിയായിരുന്ന ആളാണ്, മനസ്സിലായോ. ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ എൻ്റെ മനസ്സ് ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് ഇതിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ കോടിയേരിയുടെ മരണത്തിന് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരു പാർട്ടിക്കകത്ത് പല നിലയ്ക്ക് എല്ലാ പാർട്ടികളിലും പല നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ വരാം. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിൽ പ്രശ്നങ്ങൾ രമ്യതയിലെത്തിച്ച് തീർക്കുന്നതിന് ഒരു ഗ്രൂപ്പുണ്ടാവും. അതിൽ പിണറായിയുടെ ഒപ്പം നിന്നിട്ട് എല്ലാറ്റിലും സഹായിച്ചിട്ടുണ്ടായിരുന്ന കോടിയേരിയായിരുന്നു. കോടിയേരിയുടെ വിയോഗം ഒരു വലിയ നഷ്ടമാണ് പാർട്ടിക്ക് എന്ന് കാണുന്ന ആളാണ് ഞാൻ. കാരണം ഇന്ന് അതേപോലെ ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പറ്റുന്ന ഒരു സെക്കൻഡ് ലെവൽ പിണറായിയുടെ തൊട്ട് ഒപ്പം നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു നേതൃത്വമുണ്ടോ? കാരണം ഉണ്ടെങ്കിൽ തന്നെ ആളുകളുണ്ട് കുറേ, പക്ഷേ അവർ തന്നെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം പാർട്ടിക്കകത്തുണ്ട്. ഇപ്പോൾ സുരേഷ് കുറുപ്പ് പോലും ഇന്നലെ കോട്ടയത്ത് പങ്കെടുത്തില്ല. മാത്രമല്ല അദ്ദേഹം എല്ലാവരും ഞാൻ വിട്ടു നിൽക്കുകയാണെന്ന് വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലുള്ള ആളുകൾ വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ഒരു ഫേസാണ് നഷ്ടപ്പെടുന്നത്. ഒരു വാല്യൂ, സുരേഷ് കുറുപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫേസ് വാല്യൂ ഉണ്ട്. അതുപോലെ ഒട്ടനവധി ആളുകൾ അവരിലുണ്ട്. പക്ഷേ അത്തരം ആളുകൾ മാറി നിൽക്കുമ്പോൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ്. CPMനെ സംബന്ധിച്ച് സുധാകരൻ അല്ല, ഒട്ടനവധി ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ 1 2 എന്നല്ല, എന്നാണെങ്കിൽ ഒട്ടനവധി ആളുകളുണ്ട്. പലരും മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു, പലരും പരസ്യമായിട്ട് രക്ഷയില്ലാത്തതുകൊണ്ട് പറയേണ്ടതിലേക്ക് വരുന്നു. അപ്പോൾ അത് ഒരു വലിയ വിഷയമാണ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കണം. വേറൊരു ചോദ്യം പൊളിറ്റിക്കലായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ 2-3 ഇൻ്റർവ്യൂകൾ കൊടുത്തത് ഞാൻ കണ്ടു. അതിനകത്ത് കേരള കോൺഗ്രസും CPIയും മാണി ഗ്രൂപ്പ് ഇവരെല്ലാം മുന്നണി വിടാൻ ശ്രമിക്കുന്നു എന്നൊരു 2-3 സോഷ്യൽ മീഡിയയെ ഞാൻ വായിച്ചു. അങ്ങനെ വരുമോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? കേരള കോൺഗ്രസ് തിരിച്ചു വരണം എന്നുള്ള ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ UDFിൽ വേണം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമുക്കൊന്നും ഇതിനെപ്പറ്റി പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. കാരണം എങ്ങനെ
വരും ഈ അടുത്തൊരു വർഷത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. പല നിലയ്ക്കുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ പല മാറ്റങ്ങളും സംഭവിക്കാം രാഷ്ട്രീയത്തിൽ തന്നെ. അതെ, പല മാറ്റങ്ങൾ, മുന്നണി മാറ്റങ്ങളും ഒക്കെ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു സംശയം വേണ്ട. അതിന് ഈ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തിപ്പെടാനുള്ള സാഹചര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ദേശീയ നേതൃത്വം ബാക്കിയൊക്കെ ആയിട്ടുള്ള ഇതിലല്ല അത്. അല്ലാതെ ഇവിടെ മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കില്ല. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അൻവർ ഇപ്പോഴത്തെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കണ്ടുകൊണ്ട് പുള്ളി മനഃപൂർവ്വം ഇങ്ങനെ ഒരു സംഭവം ചെയ്തതാണോ? അതേപ്പറ്റി സാറിൻ്റെ അഭിപ്രായം? ഈ അൻവർ നല്ലൊരു പൊളിറ്റീഷ്യനാണ്, ഒരു സംശയം വേണ്ട. ഈ എടുത്തുചാട്ടം എന്നുള്ളൊരു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിനൊരു രാഷ്ട്രീയത്തിൽ എങ്ങനെ എന്ത് എവിടെ ചെയ്യണമെന്ന് അറിയാത്ത ആളൊന്നല്ല. ഈ അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ അതിക്രമങ്ങളുടെ ഇതിലേക്ക് പാതിൽ പോയാലൊരു വിഷയത്തിന് മാത്രമേ തെറ്റുപറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. വേണമെങ്കിൽ സംശയിക്കാം. അതായത് തലേ ദിവസം വരെ ഈ താഴോട്ട് വന്ന ഒരിതിനെ പെട്ടെന്ന് ഈ പറയുന്ന പൊങ്ങി വരുമ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെയും ചിന്തിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഏത് വളരെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു അറസ്റ്റും ഉണ്ട്. അപ്പോൾ ആ അൻവറിട്ട കുഴിയിൽ സർക്കാർ ചാടിയോ എന്നൊരു ചോദ്യമാണ് എനിക്ക് അവിടെ വേറെ ഇതുള്ളത്. കാരണം അങ്ങയുടെ ചോദ്യം ഈ കുഴിയിൽ ചാടുന്നതിനെ പറ്റിയായിരുന്നല്ലോ ആദ്യത്തെ ചോദ്യം. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ മറിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, അൻവർ കുഴിച്ച കുഴിയിൽ സർക്കാർ വീണോ എന്നൊരു ചോദ്യം കൂടിയും അതിൽ ചോദിക്കേണ്ടതായിട്ട് വരും. അത് ചോദിക്കാം. അതോടൊപ്പം തന്നെ അൻവറിനൊരു ഡിമിനിഷിങ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്ത്, ഒരു സംശയം വേണ്ട, ഓവർകം ചെയ്തു. അതാണ് എൻ്റെ ഒരു ചോദിക്കാനുള്ള കാര്യം. അതാണ് ആക്ച്വലി നമ്മൾ എക്കണോമിക്സിലൊക്കെ ഒരു യൂട്ടിലിറ്റി തിയറി ഒക്കെ പഠിക്കുന്നോണം ഗ്രാഫ് വരുന്നോണം താണുപോയ ഗ്രാഫ് ഒറ്റച്ചാട്ടം ജമ്പ് ചെയ്തു. കറക്റ്റ്.